നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ ടേസ്റ്റായിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ടൊരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലൊരു മീഡിയം സൈസിലുള്ള പഴുത്ത 3 മാങ്ങ ഞാൻ തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് വേണ്ട 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 4 പച്ചമുളക് നടുകെ കീറിയത് ചേർക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് ആവശ്യം ഏകദേശം ഒരു തണ്ട് കരിവേപ്പിലയും, കൂടാതെ അതിലേക്ക് നമ്മളൊരു 1/4 കപ്പിനടുത്തുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും അതിൻ്റെ മുളകും അതെല്ലാം ഒന്ന് വെള്ളത്തിൽ മിക്സ് ആകുന്നവരൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു മാങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ശർക്കര ചേർക്കാം. ശർക്കര ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ശർക്കര ചേർക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു ടേസ്റ്റ് ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ടാണ് ശർക്കര ചേർക്കുന്നത്. ഒന്നും കൂടി ശർക്കര ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വീണ്ടും ഇതിനെ മാങ്ങയൊന്ന് നന്നായി വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചട്ടി ഒന്ന് തണുത്തതിന് ശേഷം, ചൂടോടുകൂടി ഒഴിക്കാതെ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് തൈര് നന്നായി അതിൻ്റെ കട്ടയെല്ലാം ഉടച്ചതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുകയാണ്. തൈര് ഇതിലേക്ക് ചേർത്തതിന് ശേഷം തൈരും മാങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട താളിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. നിങ്ങളെല്ലാവരും ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിലേക്ക് വേണ്ട താളിപ്പ് ഒഴിക്കാം. അതിനായിട്ടൊരു ചെറിയൊരു പാൻ ചൂടാക്കി അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഒരു 2 ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഈ ഉണക്കമുളക് ഒന്ന് കളറ് മാറുന്നത് ഏകദേശം ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സും കൂടി ഒന്നറിയിക്കുക. അതുപോലെ തന്നെ ഇനി പുതിയ വീഡിയോകളുമായിട്ട് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ.